തിരിച്ചോലേക്ക് ട്രക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി ലഞ്ചും കഴിച്ചിട്ട് ആ ഒരു ലാൻഡ് സ്ലൈഡ് ടെറൈനിൽ കൂടെ തിരിച്ചു വന്ന് ശ്രീഗർക്ക എത്തി. ശ്രീഗർക്കയിൽ നിന്ന് തിരിച്ച് നമ്മൾ സർക്യൂട്ട് ട്രക്കിംഗ് റൂട്ടിലോട്ട് തന്നെ കയറി സർക്യൂട്ട് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയുള്ള ട്രക്കിംഗ് മൊത്തം 4000 മീറ്ററിന്റെ എബവ് ആയിരിക്കും. ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുമച്ച് ചോര വരെ കണ്ടു. പക്ഷെ എന്നാലും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ വെൽക്കം ടു പാർട്ട് 3 ഓഫ് അന്നപൂർണ സർക്യൂട്ട് ട്രക്കിംഗ്. 22 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലുള്ള എറണാകുളത്ത് നിന്ന് വാഹനമാർഗവും ട്രെയിൻ മാർഗവും എല്ലാം യാത്ര ചെയ്തിട്ട് 2650 മീറ്ററിൽ നിന്നുള്ള ചാമയിൽ നിന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് എത്താനുള്ളത് 5400 മീറ്റർ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്കാണ്. ആ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ട്രക്കിംഗ് പാസിലൊന്നായ തൊറാങ് ലാ പാസും ടച്ച് ചെയ്ത് അവിടുന്ന് തിരിച്ച് മുക്തിനാഥ് ഇറങ്ങിയാണ് നമ്മൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾട്ടിറ്റ്യൂഡും തണുപ്പും ചൂടും ടെറൈനും എല്ലാം കൂടെ ചേർന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച ആ ഒരു 4 ദിവസത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. തിരിച്ചോലേക്ക് ട്രക്കിംഗ് കഴിഞ്ഞ് അന്ന് വൈകിട്ടാണ് ശ്രീഗർക്കയിലെത്തിയത്. ശ്രീഗർക്കയിൽ എത്തിയപ്പോൾ തന്നെ ചുമയൊക്കെ ഭയങ്കര അധികം ഇൻറ്റൻസ് ആയിരുന്നു. ശ്രീഗർക്കയിലാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, 4000 മീറ്ററിൻ്റെ എബവ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം ഉച്ച വരെ നമ്മൾ റെസ്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഓർത്തല്ല, പക്ഷേ ഉച്ചയായപ്പോൾ നമ്മൾ കുറേ ചൂടുവെള്ളമൊക്കെ കുടിച്ച് നമ്മളത് റിക്കവർ ആയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മൾ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ലദാർ അല്ലെങ്കിൽ യക്കർക്ക് വരെയാണ് നമുക്കിന്ന് എത്തേണ്ടത്. ഉച്ച കഴിഞ്ഞ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് അധികം സമയമില്ല. അപ്പം മാക്സിമം എവിടെ എത്താൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ ശ്രീഗർക്കയിൽ നിന്ന് ഒരു ചെറിയ മല മൊത്തം കയറി നമ്മൾ അപ്പർ കങ്സാറിലെത്തി. നമ്മൾ മണാങ്ങിയിൽ നിന്ന് വന്നപ്പോൾ കങ്സാർ കണ്ടിരുന്നു. ഇത് അപ്പർ കങ്സാറാണ്. പക്ഷേ ഇവിടെ അങ്ങനെ താമസക്കാരൊന്നുമില്ല. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള വില്ലേജാണ്. ഇവിടെ ആകെയുള്ളത് കുറേ കുതിരകൾ മാത്രമാണ്. കുറേ ഡെസേർട്ട് പോലെ കുറേ ഏരിയയും അവിടെ മേയാൻ വിട്ടേക്കുന്ന കുതിരകളെയും ചെറിയ കുതിരകളാണ് കേട്ടോ. അങ്ങനെ അപ്പർ കങ്സാറും അത് കഴിഞ്ഞുള്ള മല മൊത്തം കയറി കഴിഞ്ഞിട്ട് ആ മലയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഫുള്ള് ഇറങ്ങുവാണ്. അപ്പോൾ 1-2 മല നമുക്ക് ഇറങ്ങാനുണ്ട്. ഈ യക്കർക്കയും ശ്രീഗർക്കയും ഏകദേശം ഒരേ ഓൾട്ടിറ്റ്യൂഡിലാണ് വരുന്നത്. നമ്മൾ ഈ മലകൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് അധികം വരുന്നില്ല. പക്ഷേ യാത്ര ചെയ്യാനാണെങ്കിൽ ഒരു 4-5 മണിക്കൂറും വേണം. ഈ വഴി ഇതുപോലെ ഹെയർ പിൻ പോലെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുവാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് താഴെ വരെ എത്തേണ്ടത്. അപ്പോൾ ഇത് മൊത്തം ഒരു ഡെസേർട്ടഡ് ഏരിയ ആണല്ലോ എന്ന് ഓർത്തപ്പോൾ കുറച്ച് താഴോട്ട് വന്നപ്പോൾ അതേ മൊത്തം സ്നോ. ഇതൊരു നല്ല അഡ്വഞ്ചറാണ്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സ്നോയിൽ കൂടെ ഇറങ്ങുമ്പോൾ നല്ല രീതിക്ക് നമ്മൾ സ്ലിപ്പാവും. കാരണം കുറേ ഏരിയ ചെള്ളയായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഐസ് ഒക്കെ ആയിട്ട് കുറേ ഏരിയയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പം സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഞാൻ തെന്നുന്നതൊക്കെ 360 വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തെന്നി ഒരു വിധത്തിൽ താഴെ എത്തി. നമുക്കിന്ന് മൊത്തം 11 കിലോമീറ്റർ അടുത്താണ് കവർ ചെയ്യാനുള്ളത്. ഈ ഒരു മല ഇറങ്ങുമ്പോൾ ദൂരെയായിട്ട് നമുക്കൊരു ബ്രിഡ്ജും അതുപോലെ ആ യക്കർക്ക വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ഒരു മൗണ്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തെ മലയിലോട്ട് കയറാൻ വേണ്ടി. നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഈ ഒരു ടെറൈൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഓരോ ദിവസവും ഓരോ ടെറൈനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഒരു അന്നപൂർണ സർക്യൂട്ട് ട്രക്കിങ്ങിൻ്റെ ഭംഗി. നമ്മൾ നേപ്പാൾ ട്രെക്കിംഗ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനു മുമ്പ് പോയ ഒരുപാട് പേരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ അത്യാവശ്യം ട്രെക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തവരെ ആദ്യം പ്രിഫർ ചെയ്തത് ഈ ഒരു അന്നപൂർണ സർക്യൂട്ട് ട്രെക്കിംഗ് തന്നെയാണ്. കാരണം മറ്റ് ട്രെക്കിങ്ങുകളൊക്കെ നല്ലതാണ്, മോശം എന്നല്ല. പക്ഷെ എന്നാൽ ഈ ഒരു സർക്യൂട്ട് ട്രെക്കിംഗ് ഓഫർ ചെയ്യുന്ന ആ ഒരു അഡ്വഞ്ചറും കാഴ്ചകളും വളരെയധികം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സർക്യൂട്ട് ട്രെക്കിങ്ങിന് വേണ്ടി ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഫോറിനേഴ്സൊക്കെ എത്തുന്നത്.
നല്ല റിമോട്ട് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്യുന്നത്. ഇവിടെയും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും തന്നെയാണ് ഈ വില്ലേജസിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നത്. കട്ടിലേന്ന് പൊങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രെക്കിംഗ് ചെയ്തത്. തൊണ്ടയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് പൊട്ടിയിരിക്കുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ വളരെ സൈലൻ്റ് ആയിട്ട് പോയൊരു ദിവസം കൂടെയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ യക്കർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ലഡാർ വരെ പോകാനുള്ള ആരോഗ്യം ഇന്നില്ല. അപ്പം യക്കർക്കയിൽ സ്റ്റേ എടുത്തിട്ട് അവിടുന്ന് അടുത്ത ദിവസം നമുക്ക് തൊറോങ് ഹൈ ക്യാമ്പിലോട്ടാണ് പോകേണ്ടത്. ഈ ചൂടുവെള്ളവും ഫ്ലാസ്കുമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇതില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ട്രക്കിംഗ് നിർത്തേണ്ടി വന്നേനെ. കാരണം നമ്മൾ കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുന്നതാണ് നമ്മളെ എപ്പോഴും ആ ഒരു ഓൾട്ടിറ്റ്യൂഡിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ ചൂടുവെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടൊരു പോർട്ടബിൾ സ്റ്റൗവും ഫ്ലാസ്കൊക്കെ എപ്പോഴും ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചൂടുവെള്ളം വരെ പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായിരിക്കും. യക്കർക്കയിൽ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ലഡാറൊക്കെ കടന്ന് വേണം നമുക്ക് ഹൈ ക്യാമ്പിലോട്ട് പോകാൻ. ഈ ഒരു ടെറൈനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രക്കിംഗ് രാവിലെ 7 മണിക്കെങ്കിലും തുടങ്ങേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹൈ ക്യാമ്പിലാണ് എത്തേണ്ടത്. ഹൈ ക്യാമ്പിലാകെ ഒരൊറ്റ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ ട്രക്കിംഗ് ചെയ്ത് എത്തുന്നവർ മൊത്തം സ്റ്റേ ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യം എത്തിയാൽ മാത്രമേ നല്ല റൂംസും കുറച്ചും കൂടെ സൗകര്യങ്ങളും കിട്ടത്തുള്ളൂ. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമ്മൾ തൊറോങ് പേതി അടുക്കാറായിട്ടുണ്ട്. അവിടുന്ന് പിന്നെയും വലിയൊരു മല കയറിയിട്ടാണ് നമുക്ക് ഹൈ ക്യാമ്പിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് തൊറോങ് പേതിയിൽ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് വേണം മുകളിലോട്ട് പോകാൻ. കാരണം അന്ന് നല്ല വെയിലായിരുന്നു. പൊതുവേ ഇതിന് മുമ്പുള്ള ദിവസം ഇങ്ങനെ സൂര്യൻ കത്തി നിൽപ്പുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചധികം മടുത്തുപോയി വെയിൽ കൊണ്ട്. തൊറോങ് പേതി വരുന്നത് 4450 മീറ്ററിലും അതുപോലെ തൊറോങ് ഹൈ ക്യാമ്പ് വരുന്നത് ഏകദേശം 4800 മീറ്റർ ഹൈറ്റിലുമാണ്. തൊറോങ് ഹൈ ക്യാമ്പിൽ കാറ്റും അതുപോലെ തന്നെ തണുപ്പും രാത്രി കുറച്ചധികം എക്സ്ട്രീമാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇവിടെ തൊറോങ് ബേസ് ക്യാമ്പിൽ തന്നെ സ്റ്റേ എടുക്കാറുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തൊറോങ് പേതിയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 4000 തന്നെ പേടിയായി. അശ്വിൽ ബോയ്ക്ക് പേടിയാണെന്നാണ് ഗൈസ് പറയുന്നത്. പക്ഷേ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചാകാറായ അവസ്ഥയിലും ഇതുപോലെ ചളിയൊക്കെ പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ സർവൈവ് ചെയ്യുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ട്രോളുകളും കാര്യങ്ങളും സിനിമ ഡയലോഗും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ മറികടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ദാൽ ബാത്തൊക്കെ കഴിച്ച് പവർ വെച്ചിട്ട് ഞങ്ങൾ ഹൈ ക്യാമ്പിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 1 to 1.5 hours മതിയാവും. പക്ഷേ ദൂരം കുറവാണ്. പക്ഷേ ഇത് ഇത്രയും സ്റ്റീപ്പ് ആയതുകൊണ്ടാണ് അത്രയും സമയം വേണ്ടത്. അപ്പം പതുക്കെ പതുക്കെ കയറി മുകളിലോട്ട് പോവാം. നമ്മൾ ക്യാരി ചെയ്യുന്ന ഓരോ എക്സ്ട്രാ വെയിറ്റിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു കയറ്റമായിരിക്കും ഇത്. അതുകൊണ്ട് അധികം ഓവറായിട്ടൊന്നും ക്യാരി ചെയ്യാതിരിക്കുക. ഫോറിനേഴ്സിനൊക്കെ പോർട്ടേഴ്സ് ഉണ്ട്. നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ തന്നെ ചുമക്കണം. അടുത്ത ദിവസം തൊറാങ് ലാ പാസ് കയറി നമ്മൾ വേറെ റൂട്ട് വഴിയാണ് തിരിച്ചിറങ്ങുന്നത്. ഈ ഒരു വഴി നമ്മൾ ഇനി തിരിച്ച് വരുന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം ക്യാരി ചെയ്യണം. എങ്ങും വെക്കുന്ന കാര്യം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് പനിയൊക്കെ പിടിച്ചുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ഒന്നും പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും എല്ലാം തന്നെ ശ്രീകർക്കയിലുണ്ടായിരുന്ന ഹോട്ടലിൽ കൊടുത്ത് അത്രയും ഒരു 1-2 കിലോ എങ്കിലും കുറച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഈ ഒരു ട്രക്കിങ്ങിന് കുറച്ച് നാൾ മുമ്പ് റോമി ബ്രോനെ പട്ടി കടിച്ച കാര്യം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് റോമി ബ്രോ വീട്ടിൽ പറമ്പിലെന്തോ പണി വന്നപ്പോൾ ഒരു കല്ലൊക്കെ ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് മാസ് കാണിച്ച് നടുവൊക്കെ ചെറുതായിട്ടൊന്ന് പണി കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു നടുവേദനയും വെച്ചുകൊണ്ടാണ് റോമി ബ്രോ ഈ ഒരു ട്രക്കിങ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 12 കിലോ ആണ് റോമി ബ്രോയുടെ ബാഗിനുള്ളത്. എൻ്റെ ബാഗിന് ഒരു 15 to 16 റേഞ്ച് വരും. അങ്ങനെ കയറി നമ്മൾ ഹൈ ക്യാമ്പ് എത്താറായിട്ടുണ്ട്. ഈ ഒരു കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഹോട്ടൽ. ഇതൊരു ഒറ്റ ഹോട്ടലിൻ്റെ പല പാർട്ടായിട്ടാണ്. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ളത് കുറച്ച് നല്ല റൂംസാണ്. താഴോട്ട് വരും തോറും അതിലെ സൗകര്യങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും.
വോയിസ് ഓവർ മ്യൂസിക്കൊക്കെ മാറ്റിയിട്ട് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ബ്രീത്തിങ് ചെറുതായിട്ടൊന്ന് കേൾപ്പിക്കാവേ. നമ്മൾ 4500 മീറ്ററും കടന്ന് ഇപ്പോൾ ഏകദേശം 4800 മീറ്റർ അടുത്തായി. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ ലെവൽ ഒരു 40-45% എങ്കിലും കുറവായിരിക്കും സീ ലെവലിലെ വെച്ച് നോക്കുമ്പോൾ. ഹൈ ക്യാമ്പിലെ രാത്രിയിലെ തണുപ്പും കാറ്റും ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നമുക്ക് ഗ്ലൗസ് മാറ്റിയാൽ തന്നെ കൈയൊക്കെ ഒരുമാതിരി മരവിച്ച് പോകുമായിരുന്നു. ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അടുത്ത ദിവസം വെളുപ്പിനെ 4 മണി ആയപ്പോൾ തന്നെ എണീറ്റു. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങിയൊന്നുമില്ല. ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം കാരണം തലവേദനയും ഉറക്കക്കുറവെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ രാത്രി തന്നെ നമ്മൾ ഓർഡർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ 4:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് എല്ലാവരും കയറുന്നത്. ട്രക്കിംഗ് ചെയ്യുമ്പം സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ പതുക്കെ കയറിയാലാണ് നമുക്ക് എത്താൻ പറ്റുക. നമ്മൾ ഒത്തിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മടുത്ത് ഇടയ്ക്ക് ടയേർഡായി നിൽക്കേണ്ടി വരും. തൊറാങ് ലാ പാസിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഹെവി ആയിട്ടുള്ള വിൻഡ് തുടങ്ങും. അതുകൊണ്ടാണ് മാക്സിമം രാവിലെ തന്നെ എല്ലാവരും ട്രക്കിംഗ് തുടങ്ങുന്നത്. തൊറാങ് ലാ പാസ് ഏകദേശം ഒരു രാവിലെ 10 മണിക്കുള്ളിൽ തന്നെ കവർ ചെയ്ത് താഴേക്ക് ഇറങ്ങണം എന്നാണ് പറയുന്നത്. അങ്ങനെ പതുക്കെ ബ്രീത്തൊക്കെ ചെയ്ത് സ്ലോ ആയിട്ട് നടന്ന് ഓടിവേ ഞങ്ങൾ ടോപ്പിലെത്തി. ആദ്യത്തെ പാട്ടിൽ സൈക്ലിംഗ് ചെയ്തു പോയ ഒരാളെ നമ്മൾ കാണിച്ചിരുന്നു. കാനഡയിൽ നിന്ന് വന്ന മാത്യൂസ് എന്ന് പറയുന്ന ആളായിരുന്നത്. അപ്പം മാത്യൂസും ഈ ഒരു സർക്യൂട്ട് ട്രക്ക് സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തു. ടോപ്പിലെത്തിയത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഫോട്ടോ എടുക്കാനും പരിപാടികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ബാക്കി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴാണോ അയ്യോ ഇതൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ എന്നൊരു ചിന്ത എനിക്കും ഡ്രോമി പ്രോയ്ക്ക് വന്ന. അതുവരെ എങ്ങനെയെങ്കിലും മുകളിലെത്തിയാൽ മതി എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ ഞങ്ങൾക്കും എന്താ പറയുക ഒരു ഭയങ്കര ഒരു സന്തോഷം കയറി വന്നു. നമ്മൾ കടന്നു വന്ന വഴികളും ആ ഒരു സ്ട്രഗിൾസ് എല്ലാം ഓർത്തപ്പം ഇവിടെ നമുക്കിത് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മുക്തിനാഥ് വരെ എത്തണം. പക്ഷെ എന്നാലും ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റിയ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൊമെൻറ്റ് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ബ്രോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും പറയാനില്ല. എന്തേലൊക്കെ പറ. കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു. എന്തേലൊക്കെ പറ. എത്ര മഞ്ഞ് കയറിയതല്ലേ ചാവാതെ. ഞാൻ എന്താ പറയാ. അങ്ങനെ ടോപ്പിലെത്തിയല്ലോ. ഹാർഡസ്റ്റ് പാട്ടൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അതേ താഴോട്ട് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം മുക്തിനാഥിലോട്ടുള്ള വഴി കിടക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം 17 കിലോമീറ്റർ എന്തോ ആണ് ട്രാവൽ ചെയ്യേണ്ടത്. അതായത് മുക്തിനാഥ് വരുന്നത് ഏകദേശം 3700 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ്. അതായത് നമ്മൾ 4-5 ദിവസം കൊണ്ട് ഗെയിൻ ചെയ്ത ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കണ്ടിന്യൂസ് താഴോട്ട് സ്റ്റീപ്പായിട്ട് ഇറങ്ങുവാണ്. നമ്മൾ രാവിലെ 4 മണി 4:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 റേഞ്ചിലാണ് മുക്തിനാഥ് ടൗൺ എത്തുക. മുക്തിനാഥ് മെയിൻ ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ചൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ലഞ്ചും കഴിച്ചിട്ട് നമുക്ക് മുക്തിനാഥിലോട്ട് പതുക്കെ ഇറങ്ങാം. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ട്രെക്കിംഗ് കംപ്ലീറ്റ് ആയി കേട്ടോ. നമ്മൾ മുക്തിനാഥ് എത്താറായി. മുക്തിനാഥിൽ നിന്ന് അന്ന് തന്നെ നമുക്ക് പൊക്കറയ്ക്ക് പോകാനുള്ള വാനൊക്കെ കിട്ടും. അല്ലെങ്കിൽ ആ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമാണെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഞങ്ങളന്ന് വൈകുന്നേരം തന്നെ റിട്ടേൺ പോകുന്നു. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് കൂടെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ബേസ് ക്യാമ്പിൽ ആ സമയത്ത് ഹെവി ആയിട്ടുള്ള മഴയും ക്ലൈമറ്റ് കുറച്ച് മോശമായിരുന്നു. മൊത്തം മൂടിക്കിടക്കുകയും ആ ഒരു മെയിൻ സൺറൈസിൻ്റെ കാഴ്ചകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഈ ഒരു യാത്രയിൽ സ്കിപ്പ് ചെയ്തു. ഞങ്ങൾ നേരെ പൊക്രയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം സ്റ്റേ ബാക്ക് ചെയ്ത് പൊക്ര മൊത്തം എക്സ്പ്ലോർ ചെയ്തു. അവിടുന്ന് പിന്നീട് സൊണോലി വന്ന് അവിടുന്ന് ഗോരഖ്പൂർ ഡൽഹി വഴി തിരിച്ച് നാട്ടിലോട്ട് മടങ്ങുകയാണ് ഞങ്ങൾ ചെയ്തത്. ഒരു 8 to 9 ദിവസത്തെ ട്രക്കിങ്ങും ബാക്കി യാത്രയെല്ലാം കൂടെ ചേർത്ത് ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 20 ദിവസത്തെ കൂടെയാണ് നമ്മൾ കടന്നു പോയത്.
സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പും അതുപോലെ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു അന്നപൂർണ്ണ സർക്യൂട്ട് അധികം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ട്രക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഫോറിനേഴ്സൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടെങ്കിലും ഇന്ത്യൻസിൻ്റെ ഒരു കണക്ക് ഭയങ്കര കുറവാണ്. ഒരു 25,000 to 35,000 റേഞ്ചിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ട്രക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഫിസിക്കൽ പ്രിപ്പറേഷനും വേണം. കാർഡിയോ മാത്രമല്ല, നമുക്കൊരു നല്ല സ്ട്രെങ്തും വേണ്ടി വരും. അതുകൊണ്ട് കാർഡിയോയും സ്ട്രെങ്തും കമ്പൈൻഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ ഒരു 4-5 മാസമൊക്കെ ശരിക്കും നല്ലപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ട്രക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രോപ്പർ സീസൺ എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്യും പിന്നെ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബറും ആണ്. ബാക്കി മാസങ്ങളിൽ മഴയും അതുപോലെ തന്നെ തണുപ്പും ഭയങ്കര അധികം കൂടുതലായിരിക്കും. അടുത്തൊരു സീസണിൽ നിങ്ങൾക്ക് ഈ ട്രെക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും ട്രെയിനിങ് ഒക്കെ തുടങ്ങുക. ഒരു ജോലിയിൽ നിന്നിറങ്ങി വേറൊരു ജോലിയിലോട്ട് കയറുന്ന ഒരു മാസം ഗ്യാപ്പിലാണ് ഞാൻ ഈ യാത്ര മൊത്തം ചെയ്തത്. ഞാൻ സർക്യൂട്ട് ട്രെക്കിങ്ങിനെ പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സോഴ്സ് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പ്രത്യേകിച്ച് മലയാളത്തിലാണെങ്കിലും വീഡിയോസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പം കുറച്ച് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 1-2 പേരെ കണ്ടെത്തി അവരോടൊക്കെ ചോദിച്ച് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തിട്ട് മാത്രം പ്രോപ്പറായിട്ട് റിസർച്ചിന് ശേഷം മാത്രമാണ് ഈ ഒരു ട്രെക്കിങ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ഇങ്ങനത്തെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ട്രെക്കിങ്ങിന് വളരെ ആവശ്യമാണ്. നമ്മളൊരു ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത്. കാരണം അത്രയേറെ ചലഞ്ചസ് ഉണ്ട്. പറ്റാവുന്ന അത്രയും ഇൻഫർമേഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്കിൽ ഒരു PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഐറ്റിനറിയും കോസ്റ്റ് ബ്രേക്ക് ഡൗണും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. അതിൽ എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നേപ്പാൾ ട്രെക്കിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മടുപ്പ് കാരണം വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഫോട്ടോസിന് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെയും റോമിബ്രോയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ഹൈലൈറ്റ്സിലും പോസ്റ്റിലും റീലിലൊക്കെ ആയിട്ട് അതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത എല്ലാ ട്രക്കിങ്ങിൻ്റെയും തന്നെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോസും കൂടെ ചെക്ക് ചെയ്യുക. നമ്മുടെ യാത്രകൾ വരെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പം പല അവസ്ഥകളിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ജോലിയിലെ പ്രഷറിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളോ, ചിലപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ പല യാത്ര ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും അല്ലാണ്ട് തന്നെ ആ ഒരു കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പല കൾച്ചറും കാര്യങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇറങ്ങാറുണ്ട്. അതുപോലെ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ടും ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ പല രീതിക്ക് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിക്ക് ട്രാവൽ ചെയ്യട്ടെ. യാത്രകൾ ഇങ്ങനെ മാത്രമേ ആകാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് പറ്റുന്ന പോലെ ചെറുതാണെങ്കിലും യാത്രകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരുപാട് പെർസ്പെക്റ്റീവ്സ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ചില കാര്യങ്ങളുടെ വില മനസ്സിലാക്കാനും യാത്ര നമ്മളെ പഠിപ്പിക്കുന്നുള്ളതാണ്. ഈ ഒരു അന്നപൂർണ്ണ സർക്യൂട്ട് ട്രെക്കിങ്ങിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ മൗണ്ടൻസ് അല്ലായിരുന്നു, അവിടുത്തെ ആൾക്കാരായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമായിരുന്നു. ഒരുപക്ഷെ വീഡിയോയിലൊന്നും അത് വന്നിട്ടില്ല. കാരണം അവരുടെ കൂടെ സംസാരിക്കുമ്പോഴും ഒക്കെ അവരുടെ മുഖത്തോട്ട് ക്യാമറ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ബേസിക്കലി താല്പര്യമില്ല. പക്ഷേ അവർ നമുക്ക് തന്ന ഒരു സ്നേഹം, നേപ്പാളിലെ ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ദാൽബാത്തും കാര്യങ്ങളും, ഞങ്ങൾ ആ പനി പിടിച്ച് അത്രയും വയ്യാതിരുന്ന ദിവസങ്ങളും അവിടുത്തെ ചില ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് തന്ന കെയർ, അതൊന്നും ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ മൊമെൻറ്റ്സാണ് ഓരോ യാത്രയും സ്പെഷ്യലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാട്ടിലകപ്പെടുകയും റെസ്ക്യൂ മിഷന് പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് വന്ന കമൻറ്റ്സ് നമ്മൾ വായിക്കണമായിരുന്നു. ഇത്രയും കാശ് മുടക്കി എന്തിനാണ് റെസ്ക്യൂ മിഷൻ ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു കുട്ടീനെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടി വെട്ടിയതുകൊണ്ട് ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാരുടെ പ്രശ്നം. യാത്ര ഒരാളൊരു പ്രശ്നത്തിൽ പെട്ടു എന്നതിലല്ല, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് മതങ്ങളും പൊളിറ്റിക്സും എല്ലാം കൂടെ ചേർന്ന് വലിയ വലിയ അഴിമതികൾ നടത്തുന്നു. സാധാരണക്കാരുടെ പൈസ തട്ടിയെടുത്ത് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പൈസ മുടക്കുന്നതിന് വരെ കണക്ക് പറയുന്ന ഒരവസ്ഥയിലോട്ട് നമ്മുടെ സമൂഹം ഇന്ന് പതുക്കെ മാറുന്നുണ്ട്. ബാക്കിയുള്ളവരെ ഇങ്ങനെ കുറ്റം പറയാൻ എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയ വളരെയധികം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കൾച്ചർ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റട്ടെ. ഒരുപക്ഷെ യാത്ര ചെയ്യുന്നവർ അതിനെ ഒരു ഡിഫറെൻ്റ് ആംഗിളിലായിരിക്കും കാണുന്നത്. പക്ഷേ കുറേയധികം ഈ ട്രെക്കിംഗ് ഒക്കെ പോയിട്ടുള്ളവർ തന്നെ ഈ ഇങ്ങനെയുള്ള കേസിലൊക്കെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ എല്ലാത്തിലും മുമ്പിലുണ്ടെന്നുള്ളതാണ് നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഒരു 10-20 ട്രെക്കിംഗ് ചെയ്തെന്ന് വെച്ച് ആരും പ്രൊഫഷണലൊന്നും ആവത്തില്ല. കാരണം ട്രെക്കിംഗ് എന്നൊക്കെ പറയുന്ന പല റേഞ്ചിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഓരോ യാത്രയും ഇതുപോലെ വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. അതിൽ ചിലവർക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റും. പക്ഷേ അങ്ങനെയുള്ളവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. കാരണം
പേടിച്ചൊതുങ്ങിയിരുന്ന കാലത്തുനിന്ന് എല്ലാവരും ഇറങ്ങി തിരിച്ച് യാത്ര ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം ആരെയും നമ്മൾ യാത്രയിൽ നിന്ന് വിലക്കാണ്ടിരിക്കുക. അതുപോലെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. എസ്പെഷ്യലി ആ ഒരു നേച്ചറും അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പോഴും പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്ന ഒരുപാട് പേരെ നമുക്ക് യാത്രയിൽ കാണാൻ സാധിക്കും. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. നമ്മൾ ഈ സിവിക് സെൻസിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. ട്രെക്കിങ്ങിലെ റെസ്പോൺസിബിലിറ്റീസ്, സേഫ്റ്റി എന്നീ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് ആ ഒരു സ്ഥലത്തെ കൾച്ചറും അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാത്തിനെയും പറ്റി നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കും. അതുപോലെ മാക്സിമം എൻജോയ് ചെയ്യാനും പറ്റും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.